പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ വീണ്ടും നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം അവസാന ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: അവൻ്റെ സഹോദരന്മാരോട് കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ച് പോന്നു. ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ച് പോന്നു. സ്തോത്രം. പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ വലിയ ഒരു പ്രാധാന്യതയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. പ്രത്യേകിച്ച് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ യേശു കർത്താവ് പോലും പ്രാർത്ഥനയ്ക്കൊരു മാതൃകയാണ് കർത്താവ് കാണിച്ചു തന്നത്. ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ആവശ്യങ്ങളെ അവരുടെ ആഗ്രഹങ്ങളെ മാനിച്ച് അവരെങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു മാതൃകാ പ്രാർത്ഥന പോലും യേശു കർത്താവ് അവരെ പഠിപ്പിക്കുകയുണ്ടായി. സ്തോത്രം. ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം നാം വായിക്കുമ്പോൾ യേശുവിൻ്റെ മരണ അടക്ക പുനരുദ്ധാരത്തിന് ശേഷം സംഭവിക്കുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ വായിക്കുന്നത്. യേശുവിൻ്റെ ഉയർപ്പ് കണ്ടതിന് ശേഷം ഇവരെല്ലാവരും യേശുവിൻ്റെ ശിഷ്യന്മാരും ചില സഹോദരിമാരും കൂടെ ചേർന്ന് ഒരുമനപ്പെട്ട് പ്രാർത്ഥനയിൽ കഴിച്ചു പോകും. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ഐക്യതയോടുകൂടിയുള്ള പ്രാർത്ഥനയുടെ പ്രത്യേകം. സ്തോത്രം. ഇവിടെ ഒരു മനസ്സോടെ ഇരിക്കുക, ഒരുമനപ്പെട്ടിരിക്കുക. എന്തിനാ? പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ചിരിക്കുക. സ്തോത്രം. നിങ്ങൾ ഐക്യമത്യപ്പെട്ട് എൻ്റെ നാമത്തിൽ യാചിക്കുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ ആ വചനം നമ്മുടെ ഉള്ളിൽ ഉള്ളപ്പോൾ തന്നെ ഇവിടെ വായിച്ച് കേൾപ്പിക്കുന്ന അല്ലെങ്കിൽ നാം കേട്ട വേദഭാഗത്തിന് ഇങ്ങനെയാണ് പറയുന്നത്: ഒരുമനപ്പെട്ട് പ്രാർത്ഥനയിലിരുന്നു. ഇരിക്കുന്നവർ ഒരു കൂട്ടം പല സ്വഭാവങ്ങളും പല രീതികളും ഭവനങ്ങളിൽ നിന്നും പല രീതികളും പല കാര്യങ്ങളൊക്കെ അറിയാവുന്നവരാണെങ്കിൽ പോലും ഇവർ ഇരിക്കുന്നത് ഒറ്റ വിഷയത്തിന് വേണ്ടിയാണ്. എന്തിനാ? പ്രാർത്ഥിക്കാൻ വേണ്ടിയായിരിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ ഇന്ന് കുറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് കുടുംബ പ്രാർത്ഥന, കുടുംബാരാധന, ഒരുമിച്ചിരുന്നുള്ളൊരു പ്രാർത്ഥന, ഒരുമനപ്പെട്ട ഒരു മനസ്സോടെ ഐക്യതയോടുകൂടെ നിന്നുള്ള പ്രാർത്ഥന. അതിന് വളരെ പ്രാധാന്യതയുണ്ട് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. നിങ്ങൾ കടന്നു പോകുന്ന ചില പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വിടുവിക്കപ്പെടണമെങ്കിൽ അതിനുള്ള ഒറ്റ മാർഗം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു: നിങ്ങൾ ഒരുമിച്ച് വരിക, ഒരുമനപ്പെട്ട് വരിക. ഭിന്നിപ്പിൻ്റെ മനോഭാവങ്ങളെ വിട്ട് ആദിമസഭയിൽ ഒരു ഐക്യതയുണ്ടായിരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും സഭയിൽ ഉണ്ടായിരുന്നു. ദുരുദ്ദേശങ്ങളൊക്കെ കടന്ന് സഭാജനത്തിന് വ്യത്യസ്തമായ ചിന്തകളൊക്കെ കൊണ്ടുപോയെങ്കിലും അവിടെയൊക്കെ ഉപദേഷ്ടാക്കന്മാരുടെ അർത്ഥാൽ ദൈവവൃദ്ധന്മാരുടെ ആലോചന അനുസരിച്ച് അതൊക്കെ ക്രമീകരിച്ച് അവർക്ക് മുൻപോട്ട് പോകുവാനായിട്ട് ആദിമസഭയ്ക്ക് സാധിച്ചു. അപ്പോൾ പ്രതികൂലങ്ങൾ ഒരുപാട് അവർക്കുണ്ടായിരുന്നു, അനൈക്യം ഉണ്ടാകേണ്ട സാഹചര്യങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നുവെങ്കിലും പ്രാർത്ഥനയ്ക്ക് അവർ ഒരുമിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ ചില വിഷയങ്ങൾ അവരുടെ മുൻപിൽ വരുമ്പോൾ അവർ ഒരുമിച്ച് കൂടുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. നമുക്കറിയാം, പത്രോസ് തടവിൽ കിടന്ന സമയത്ത് സഭ ശ്രദ്ധയോടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ ഒരു ഐക്യതയാണ് കാണുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഐക്യതയോടും ഒരുമനപ്പെട്ട മനസ്സോടും കൂടിയുള്ള ഒരു ആരാധന, ഒരു പ്രാർത്ഥനയുള്ള സഭയാണോ ആ സഭ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ഒരു മറുപടി ലഭിക്കും. സ്തോത്രം. കുടുംബ പ്രാർത്ഥനയുള്ള ഒരു വീടാണോ, ഭവനമാണോ, ആ കുടുംബത്തിനകത്തെ ആവശ്യങ്ങളിൽ മേൽ ദൈവം പ്രവർത്തിക്കും. പിതാവും മാതാവും കുഞ്ഞുങ്ങളും കൂടെ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് എത്ര കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനയുണ്ട് ഉണ്ടെങ്കിൽ പോലും അതൊരു പേരിന് വേണ്ടി മാത്രമാണ്. രാവിലെയും വൈകുന്നേരവും കുടുംബ പ്രാർത്ഥന നടത്തുന്ന കുടുംബങ്ങൾ വളരെ വിരളമാണ്. അതുകൊണ്ട് സംഭവിക്കുന്നത് പല പ്രാർത്ഥനാ വിഷയങ്ങൾക്കും മറുപടി കിട്ടാതെ പോവുകയാണ്. മറുപടി കിട്ടാതെ വരുമ്പോൾ ദൈവത്തെ പഴിചാരി ഇസ്രായേൽ ജനം എല്ലാ നന്മകളും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെങ്കിലും ചില സമയത്ത് അവർ ദൈവത്തോട് പിറുപിറുത്തതുപോലെ അനേക നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ നമുക്കുണ്ടെങ്കിലും നമ്മുടെ അനൈക്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടുന്ന ചില പ്രതികൂലങ്ങളെ അതിൻ്റെ പരിഹാരം കിട്ടാത്തത് കൊണ്ട് ദൈവത്തോട് പിറുപിറുക്കുന്ന ചില അനുഭവങ്ങൾ നമുക്കില്ലേ? എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, ആ പിറുപിറുപ്പുകളൊക്കെ വിട്ടിട്ട്, നിങ്ങളുടെ അനൈക്യം വിട്ടിട്ട് പ്രാർത്ഥനയിൽ ഒന്ന് ഒരുമിച്ച് വരുവാൻ ദൈവാത്മാവ് ദൂത് നൽകുകയാണ്. സ്തോത്രം. ഐക്യപ്പെട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും നമ്മുടെ വീട്ടിൽ പാർക്കുമ്പോൾ കാണും. എന്നാൽ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ, കുടുംബ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ, സഭയിലെ പ്രാർത്ഥനകളിൽ ഒരുമിച്ച് വരുമ്പോൾ ഒരു ഐക്യത നമുക്കുണ്ടായേ പറ്റൂ. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ, പിശാച് അതിന്റെ ആധിപത്യം പല മേഖലകളിൽ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വ്യക്തികളിൽ കൂടിയും സാമ്രാജ്യങ്ങളിൽ കൂടിയും പല മേഖലകളിലും
പിശാച് അവന്റെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് വിടുവിക്കപ്പെടണമെങ്കിൽ നാം ഒരുമയോടെ വന്നെങ്കിലേ പറ്റുകയുള്ളൂ. ഒരുമിച്ചുള്ള ഒരു ആരാധന, ഒരുമിച്ച് കൂടിയ ഒരു പ്രാർത്ഥന. ഇന്ന് പകലക്കാലം എനിക്ക് നിങ്ങളെ പ്രബോധിപ്പിക്കുവാനുള്ളത് അതേ ഒരുമനപ്പെട്ട് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥന. ഇവിടെ പറയുന്നു അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തിനാണ് നാം ഒരുമനപ്പെടേണ്ടത്? നമ്മൾ എവിടെ എന്തെങ്കിലും ഒരു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല, ആരെങ്കിലും തകർക്കാൻ വേണ്ടിയല്ല. അതൊക്കെ വിട്ടുകളയേണ്ട സമയമായി. നാം അതൊക്കെ വിട്ടുകളയുക. നമ്മുടെ സഭാരാധനകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് ഐക്യതയോട് നിന്ന് ഒരുമിച്ചുള്ള ഒരു പ്രാർത്ഥനാന്തരീക്ഷം ഉണ്ടാകട്ടെ. നാം ഒരുമിച്ച് നിന്ന് ജയം നേടുവാൻ ദൈവം നമുക്ക് ദയം നൽകട്ടെ. നമ്മുടെ ചിന്താഗതികളെ വിട്ട്, നമ്മുടെ മനസ്സിന്റെ ഭിന്ന അഭിപ്രായങ്ങളെ വിട്ട് ഒരുമിച്ച് ചേർന്ന് വരാം. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ കുടുംബമേ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരു കുടുംബാരാധന ആരംഭിക്കട്ടെ, ഒരു കുടുംബ പ്രാർത്ഥന നിങ്ങളിൽ ഉണ്ടാകട്ടെ. സഭ എന്നെ ശ്രദ്ധിക്കുന്ന സഭാ ജനങ്ങളെ, അതേ ദൈവദാസന്മാരെ, നമ്മുടെ സഭകളിൽ ഐക്യതയോട് നിന്നുള്ള ഒരു പ്രാർത്ഥനാന്തരീക്ഷം നമുക്ക് ഉണ്ടാകട്ടെ. സ്തോത്രം. ഭിന്നിപ്പുകളെ വിട്ട്, അതേ മറ്റു പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വിട്ടിട്ട് നമുക്ക് ഒരുമിച്ച് നാളുകളിൽ ഒരുമിച്ച് ആദിമസഭ ശ്രദ്ധയോടെ മുട്ടിന്മേലിരുന്ന് അവർ ഒരുമിച്ചിരുന്ന് ആരാധിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഈ നാളുകളിൽ ഒരുമരപ്പെട്ട് പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിപ്പാൻ ദൈവാത്മാവ് നമ്മോട് ആലോചന പറയുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഒറ്റ വഴിയേ ഉള്ളൂ. ഒരുമിച്ച് വരിക, ഒരുമനപ്പെടുക, ഐക്യപ്പെടുക, അനൈക്യത്തെ വിടുക, ഭിന്നാഭിപ്രായങ്ങളെ വിട്ടുകളയുക, മറ്റുള്ളവരോടുള്ള കുറ്റം പറയുന്ന അനുഭവങ്ങൾ വിടുക. ആരെക്കുറിച്ചും കുറ്റം പറയാതെ, ആരെക്കുറിച്ചും ആരുടെയും കുറ്റങ്ങൾ കണ്ടുപിടിക്കാതെ സ്വയം ദൈവസന്നിധിയിൽ വിലയിരുത്തിക്കൊണ്ട് നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഒരുമിച്ച് കരം കോർത്ത് പിടിച്ച് നമുക്കൊരു തീന്മേശി എന്ന പോലെ അതേ നമുക്ക് ഒരുമിച്ച് കൂടി വരാം. സ്തോത്രം. ആകയാൽ ഈ വചനം നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ. ഒരുമനപ്പെട്ട് ഇന്നു മുതൽ പ്രാർത്ഥിപ്പാൻ നിങ്ങളൊരു തീരുമാനമെടുക്കുക. ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും. ഐക്യതയില്ലയോ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടത്തില്ല. അത് സഭയ്ക്കകത്തായാലും നമ്മുടെ ഭവനത്തിലായാലും വ്യക്തി ജീവിതത്തിലായാലും ഐക്യതയോടുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമത്രേ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുമനപ്പെടാം. കർത്താവ് ഈ വചനങ്ങളാൽ ഇന്ന് പകൽക്കാലം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.